പോലീസിന് മുഖ്യമന്ത്രി കൊടുത്തിട്ടുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം കോൺഗ്രസ്സുകാരെയോ യു ഡി എഫുകാരെയോ ആരാക്രമിച്ചാലും തിരിഞ്ഞു നോക്കരുതെന്നാണ് കൊടുത്തിട്ടുള്ള നിർദ്ദേശം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, മിനിഞ്ഞാന്ന് ഈ സംഭവം നടന്ന ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് ഈ പുതിയ യാത്രയുടെ സ്വാഗതസംഘം ഓഫീസ് ഒരു 7 പേര് ചേർന്ന് അവിടുത്തെ ഫ്ലക്സൊക്കെ തകർത്തു. ഞാൻ അവിടെ ഓഫീസിൽ ചെന്ന് അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഫോണിൽ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഉടൻ തന്നെ പോലീസിനെ അങ്ങോട്ട് അയക്കാമെന്ന് പറഞ്ഞു. 1 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്നിട്ട് പോലും ഒരു പോലീസുകാരൻ പോലും, സെക്രട്ടറിയുടെ നേരെ ഓപ്പോസിറ്റാണെന്ന് ഓർക്കണം, ഒരു പോലീസുകാരൻ പോലും തിരിഞ്ഞു നോക്കിയില്ല. അപ്പം അതിൻ്റെ കാരണം ഈ നിർദ്ദേശത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഇവിടെ കാലത്ത് വന്ന് ബോംബ് എറിയുന്നത് CCTVയിൽ എല്ലാവരും കണ്ടതാണ്. ഇത്രയും ഗുരുതരമായൊരു സംഭവം ഉണ്ടായിട്ട് പറയുമ്പോൾ മെയിൻ റോഡിലൊക്കെ പോലീസുകാരുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുണ്ടായിട്ട് പോലും വന്ന ഈ സംഘം വ്യക്തമായി മൊബൈൽ ടോർച്ച് ഉപയോഗിച്ചുകൊണ്ട് എറിയുന്നത് എല്ലാവരും കണ്ടതാണ്, സമയം എല്ലാവരും കണ്ടതാണ്. ഇതുവരെയായിട്ട് ഒരു നടപടി എടുക്കാനും പോലീസ് തയ്യാറാവാത്തതിൻ്റെ കാരണം മുഖ്യമന്ത്രിയുടെ ഇൻസ്ട്രക്ഷൻ്റെ ഭാഗമാണ്. സത്യം പറഞ്ഞാൽ മിനിഞ്ഞാന്ന് നടത്തിയ നാടകം അത് പൊളിഞ്ഞതിൻ്റെ വൈരാഗ്യം അത് മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടി സുഹൃത്തുക്കൾക്കുമുണ്ട്. ഏതായാലും ഇന്ന് പുലർച്ചെ മന്ത്രി തിരുവനന്തപുരത്തേക്ക് പോയി. ഇന്നലെയൊക്കെ പറഞ്ഞത് അടിയന്തര ശസ്ത്രക്രിയ നടത്തേണ്ടി വരുന്നതാണ്. ഒരു ശസ്ത്രക്രിയയില്ല, മന്ത്രിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അവർ കഴിഞ്ഞ ഇലക്ഷൻ കാലത്തെ വിഷ്വൽ പരിശോധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം അറിയാം. ഒരു ആറന്മുളയിൽ സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ പല സന്ദർഭങ്ങളിലും അവർ കോളർ ധരിച്ച്, നമുക്ക് സ്പോൺലൈറ്റീസിൻ്റെ കുഴപ്പമുണ്ട്. ആ സ്പോൺലൈറ്റീസ് ഇലക്ഷൻ കാലത്തും ഇങ്ങനൊരു നാടകം അന്ന് നടന്നു. ആറന്മുള ഇലക്ഷൻ ദിവസം അവരാക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ന്യൂസ് ഉണ്ടായി. നിങ്ങളുടെ ചാനലുകളുടെ പഴയ വിഷ്വൽ എടുത്തു നോക്കിയാൽ കാണാം. ആ സമയത്ത് അവർ കോളർ ഇട്ടിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇന്നലെ മിനിഞ്ഞാന്ന് KSUവിൻ്റെ കുട്ടികളെ ഒരു തല്ലാൻ വേണ്ടി ചെന്നപ്പോൾ പോലീസ് അവരെ ബലമായി തടഞ്ഞു നിർത്തി. അതിൻ്റെ ഇടയിൽ അവരുടെ കഴുത്ത് വീണ്ടും ഉളുക്കി കാണും. അതിനാണ് KSU പ്രവർത്തകർ മന്ത്രിയെ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയത്. എല്ലാവരും കണ്ടതാണ്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോറത്തിൽ നിന്ന് ചിരിച്ച് വർത്താനം പറഞ്ഞ് 3-ാം നമ്പറിലെത്തിയപ്പോഴേക്കും കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റതും ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും ജില്ലാ ആശുപത്രിയിൽ സർക്കാർ ഡോക്ടർമാരൊക്കെ ഇവർക്ക് എതിരായതുകൊണ്ട് ഇവരുടെ ഭരണത്തിൻ്റെ ആസ്ഥാനമായ പെരിയാർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയതൊക്കെ ഈ നാട്ടിൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഒരു പൊളിഞ്ഞ തിരക്കഥ, അതിൻ്റെ ദേഷ്യം തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഞങ്ങൾ പറയാം, ഇപ്പോൾ നടത്തുന്ന അക്രമങ്ങൾ ഇതിന് നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി തന്നെയാണ്. തിരിച്ചടിക്കാൻ ഞങ്ങൾക്കൊരു മടിയില്ല. കാരണം ഇവിടെ ക്രമസമാധാന നില പരിപാലിക്കേണ്ട ബാധ്യത ഇപ്പം ഞങ്ങൾക്കില്ല. 3 മാസം കഴിഞ്ഞാലുണ്ടാവും, ഇപ്പം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഇതിനെല്ലാം മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. ഇപ്പം ഈ സമരങ്ങൾ നടക്കുന്ന സ്വാഭാവികമാണ്, ജനാധിപത്യപരമായിട്ട് പലതരത്തിലുള്ള സമരങ്ങൾ നടക്കുന്നു. പക്ഷെ അത് വീട്ടിലേക്ക് വരുന്നത് അത്ര ഭൂഷണമാണ്. വീട്ടിലേക്ക് ഞങ്ങൾ ചെന്നിട്ട് അവിടെ ഒരു അക്രമം ഉണ്ടാക്കിയില്ലല്ലോ കുട്ടികൾ. ഇവിടത്തെ ഇതൊന്നും ശരിയല്ലല്ലോ. ഞാൻ പറയും, ഇവിടെ ആ മറ്റേ ജയിലിൽ കിടക്കുന്ന മിഥുലിൻ്റെ മാതാപിതാക്കൾ മാത്രമല്ല എവിടെയുള്ളൂ. അപ്പോൾ മിഥുലിൻ്റെ മാതാപിതാക്കൾ മാത്രമുള്ള വീട്ടിലേക്ക് ഇവരെന്തിനാ ബോംബെറിയേണ്ട ആവശ്യം എന്താ? അപ്പോൾ നിങ്ങളൊക്കെ കണ്ടില്ലേ ആ ബോംബെറിഞ്ഞതിൻ്റെ എത്രമാത്രം ശക്തിയുണ്ട് എന്നുള്ള ഉദാഹരണം അടുത്ത ജനലിൻ്റെയും ചില്ല് പൊട്ടിയല്ലോ. അപ്പോൾ ഇതൊക്കെ ഒരു ഹീനമായിട്ടുള്ള രാഷ്ട്രീയമാണ്. ഞാനിവിടെ 5 കൊല്ലം MP ആയിരുന്നു. ഇവിടെ ഒന്നും ഒരു അനിഷ്ട സംഭവം അന്നൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇന്നിപ്പോൾ അധികാരം ഒഴിയാൻ പോകുന്നു എന്ന് മനസ്സിലായപ്പോഴുള്ള വെപ്രാളത്തിൻ്റെയും കൂടെ ഭാഗമാണ് ഇവിടുത്തെ ഈ ആക്രമണം. ഒരു മര്യാദയില്ലാത്ത ഏർപ്പാട്. ഞാൻ ഇതിനൊക്കെ ഉത്തരവാദി മുഖ്യമന്ത്രി തന്നെയാണ്. ഇത് ഇത്രയും സംഭവം വഷളാക്കാൻ വേണ്ടി ഈ തിരക്കഥ ഉണ്ടാക്കിയതും അതിന് സ്പീക്കറും കൂട്ടുന്നു. ഞാൻ അത്ഭുതപ്പെടുകയാണ്.
പുതിയ സ്പീക്കറെ എലക്ട് ചെയ്യുന്നതുവരെ അദ്ദേഹമല്ലേ സ്പീക്കറായിട്ടിരിക്കേണ്ട ആൾ. ഇപ്പോഴേ DYFIക്കാരൻ്റെ ജോലി വീണ്ടും തുടങ്ങിയോ? ഇതിനെ ഞങ്ങൾ ശക്തമായിട്ട് നേരിടും. അത് പണ്ട് ഈ നമ്മുടെ ഇന്ദുലേഖ എന്നുള്ള നോവലിൽ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു, സൂര്യ നമ്പൂരി. അദ്ദേഹത്തിൻ്റെ മകളുടെ പ്രായമുള്ള ഇന്ദുലേഖനെ സംബന്ധം ചെയ്യാൻ ചെന്നപ്പോൾ ഇന്ദുലേഖ സമ്മതിച്ചില്ല. അപ്പോൾ അതിന് അന്ന് സൂര്യ നമ്പൂരി പറഞ്ഞു ഇതൊക്കെ ഇംഗ്ലീഷ് പഠിച്ചതിൻ്റെ കുഴപ്പമാണ്, അതുപോലെ ഇപ്പോൾ എന്തുണ്ടെങ്കിലും കനകോലുമാണ് കുഴപ്പം. ഞാൻ ചോദിക്കുന്നത്, വീണ ജോർജിനെ മറ്റേ ഈ കഥയുണ്ടാക്കിയത് മുഖ്യമന്ത്രിയല്ലേ, അതിൽ കനകോലുവിന് എന്താ പങ്കുള്ളത്? അത് പിണറായി കോലുവാണ് ഉണ്ടാക്കിയത് കുഴപ്പം. അപ്പോൾ അതിന് ഞങ്ങളെ കുറ്റം പറയുകയൊന്നും വേണ്ട. എലക്ഷൻ ഞാൻ പറയുന്നത് ഇപ്പോൾ LDFിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായിട്ടുള്ള CPIക്കാരും ഇപ്പോൾ വേറെ കോലുവിനെയും കൊണ്ട് വരുന്നുണ്ടല്ലോ ഇതുപോലെ റിപ്പോർട്ടുണ്ടാക്കാൻ. ഇതൊക്കെ ഇലക്ഷൻ കാലത്ത് എല്ലാവരും ചെയ്യുന്നതാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇലക്ഷന് മുമ്പ് സർവേ നടത്താറുണ്ട്. അത് കോൺഗ്രസിൻ്റെ ആളായിട്ട് കനകോല് വന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ CPIക്കാരന് പോലും പറയുമ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ലാത്തൊരു ചെറിയ ഭവനമാണ് CPIയുടെ. പണ്ട് തറവാടുണ്ടായിരുന്നു, തറവാടൊക്കെ പൊളിച്ചുകൊണ്ട് പോയി CPMകാർ. അപ്പോൾ ആ പാർട്ടി പോലും PR വർക്ക് നടത്തുന്നു, അല്ല മറ്റേ ഇത് സർവേ നടത്തുന്നു. ഇത് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നതാണ്. കാലം മാറിയില്ലേ? കാരണം CPMകാർക്ക് ഇപ്പോൾ പഴയതുപോലെ വിശ്വാസമില്ല. ബൂത്തിൽ നിന്ന് കിട്ടുന്ന കണക്കും യഥാർത്ഥ വോട്ട് ചെയ്തൊരു ബന്ധമില്ല. അപ്പോൾ എല്ലാവരും സർവേ നടത്തുകയാണ് ഇപ്പോൾ. അതിനിപ്പോൾ കനകോലുവിനെ മാത്രമായിട്ട് എന്താ പറയേണ്ട കാര്യം? ഏതായാലും ഈ വീണ ജോർജ് സംഭവം പിണറായി കോലു തന്നെ ഉണ്ടാക്കിയതാണ്, അല്ലാതെ മറ്റാരും കുറ്റം പറയണ്ട. ആ മോഹൻലാലുമായിട്ടുള്ള അഭിമുഖത്തിൻ്റെ കുഴപ്പം എന്താ അറിയോ? മോഹൻലാൽ അഭിമുഖം നടത്തണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു ദിവസത്തെ ഷൂട്ടിങ്ങിൻ്റെ പണം കൊടുക്കണം. അത് പണം പെട്ടെന്ന് സാങ്ഷൻ ആവില്ല. അടുത്ത ആഴ്ച പെരുമാറ്റച്ചട്ടം വരും. അപ്പോൾ അടുത്ത ഗവൺമെൻറ് ഇത് കൊടുക്കേണ്ട സ്ഥിതിയിലാണ്. പിണറായിൻ്റെ ഇതെടുത്തതിന് UDF സർക്കാർ ഇതിൻ്റെ മോഹൻലാലിൻ്റെ ഫീസ് കൊടുക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. മറ്റൊന്ന്, ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് ഇപ്പം ആരോഗ്യവകുപ്പിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അപ്പം ഈ ഡോക്ടർമാർ ഇപ്പോഴും സമരം ചെയ്യുകയാണ്. ഞാൻ പറയാം, ഒരൊറ്റ മെഡിക്കൽ കോളേജുകളിൽ ഇപ്പോൾ പാവപ്പെട്ടവർക്ക് ചികിത്സ കിട്ടുന്നില്ല. അത് വളരെ ഒരു ഇതാണ്. കാരണം പാവങ്ങൾ പിന്നെ എവിടെ പോകും? ഞങ്ങൾ ഡോക്ടർമാരെ സമയത്ത് ഞങ്ങൾ ന്യായീകരിക്കുന്നൊന്നുമില്ല. പക്ഷേ സർക്കാരിന് ഉത്തരവാദിത്തമില്ലേ സമരം അവസാനിപ്പിക്കേണ്ട ഉത്തരവാദിത്തം? അതുപോലെ തന്നെ ആശുപത്രിയിൽ അതൊന്നും പറയുന്നില്ല, ആശുപത്രിയുടെ അവസ്ഥ എന്താണ്. ഏതായാലും ഒരു കാര്യം വ്യക്തമായി, ശ്രീമതി വീണ ജോർജ്, അങ്ങനെ തന്നെ വിളിക്കണമല്ലോ, അല്ലെങ്കിൽ വേറെ ആശയം വരില്ല. ശ്രീമതി വീണ ജോർജ് ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ അട്ടർ ഫെയിലിയർ ആണെങ്കിലും അഭിനയിക്കാൻ ബഹുമിടിക്കുകയാണ്. അപ്പോൾ അതിലൊരു അവാർഡ് അവർക്ക് കൊടുത്താൽ ഞങ്ങൾക്ക് ഒരു ഒബ്ജക്ഷനും ഇല്ല. ഈ സമരം തുടങ്ങാൻ തന്നെയാണ് പരിപാടി. തീർച്ചയായിട്ടും ഞങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രതിരോധിക്കേണ്ടി വരും. കരിങ്കുടി കാണിക്കുക. അവർ പെരുമാറ്റച്ചട്ടം വരുന്ന ആ നിമിഷം വരെ മന്ത്രി പങ്കെടുക്കുന്ന ഔദ്യോഗിക ചടങ്ങുകളിൽ പാർട്ടിയുടെ വക ഒന്നുകിൽ പോഷക സംഘടനകളായിരിക്കും, അല്ലെങ്കിൽ പാർട്ടിയുടെ നേതൃത്വങ്ങളായിരിക്കും. അവരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ഉണ്ടാവും. കരിങ്കുടിയെ കാണിക്കുള്ളൂ, മറ്റു കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.